ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പ്രവാചക നിന്ദാ പരാമർശത്തിൽ നടപടി നേരിട്ട ബി.ജെ.പി. നേതാവ് നൂപുർ ശർമ്മ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥി അയക്കും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രധാന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം തന്നെ ഇനിയുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ഇടങ്ങളിൽ വളരെ വേഗത്തിലുള്ള ചർച്ചകൾ, നടപടികൾ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ വിവരങ്ങളും നിതിൻ അംബുജൻ. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഏപ്രിൽ 19 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അതിന്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഉത്തർപ്രദേശിലെ 8 സീറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ 12 സീറ്റുകളും തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അതിന്റെ വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് അത് ബി.ജെ.പിയും കോൺഗ്രസും വേഗത്തിൽ തന്നെ കടന്നിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ഏതാണ്ട് 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ബംഗാൾ, അതോടൊപ്പം തന്നെ പ്രധാനമായും ബംഗാൾ കൂടാതെ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ചും നേരത്തെ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. അതിൽ ബംഗാളിലെ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചൊരു നിർണയം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ബംഗാളിലടക്കം സീറ്റുകൾ, രാജസ്ഥാനിലടക്കം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്ര, അതോടൊപ്പം മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും ഇന്ന് ചേരാനിരിക്കുകയാണ്. ബി.ജെ.പിയും വേഗത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ വേഗത്തിൽ തന്നെ ബി.ജെ.പിയും പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിൽ മേനകാ ഗാന്ധി മത്സരിച്ചേക്കും എന്നുള്ളതാണ്. പിലിഭത്തിലെ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനമെടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കാൻ ഇടയില്ല. അതേസമയം തന്നെ വരുൺ ഗാന്ധി ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയുമായി ആശയവിനിമയം നടത്തി സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. അത്തരം രാഷ്ട്രീയ നീക്കങ്ങളും ഇപ്പോൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം പ്രവാചകനെതിരായ പ്രസ്താവന നടപടി നേരിട്ട നൂപുർ ശർമ്മയെ റായ്ബറയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. എന്തായാലും റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അന്തിമ രൂപം അത് ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് വ്യക്തമാകും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇന്നൊരു പക്ഷേ പ്രഖ്യാപനം ഉണ്ടാകില്ല. അത്തരം ചർച്ചകൾ ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. ഇന്ന് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും തീരുമാനം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടുകൂടി, ഒന്നാം ഘട്ടത്തിന് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടുകൂടി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തുടക്കമായിരിക്കുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനുള്ള ചർച്ചകൾ സജീവമായി ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, ബി.ജെ.പിയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ ഉണ്ടാകും. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.